വേദനിച്ചു? വേദനിച്ചോ എന്ന് ചോദിച്ചാൽ വേദനിച്ചു. സാധാരണ ഞങ്ങളെപ്പോലുള്ള നഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്താൽ വിനോദിനെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വേദനിക്കാറില്ല. അതിനാണല്ലോ സൂസിയെ പോലെ സുന്ദരികളായ നഴ്സുമാരെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് തന്നെ. സത്യം പറയാമല്ലോ, എനിക്ക് വേദനിച്ചു. പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. വിനോദിനോട് ഡോക്ടർ സിഗരറ്റ് വലിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും കണ്ടില്ലേ സിഗരറ്റ് വലിച്ചു കൂട്ടിയിരിക്കുന്നത്? ആരാ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത്? എനിക്കറിയാം, ഇതൊക്കെ മത്തായിയുടെ പണിയായിരിക്കും. ഒന്ന് മാറിക്കേ. മാറൂ. എന്താ ഇത്? സോറി സിസ്റ്റർ, വലിക്കായിരുന്നിട്ട് ഏതാണ്ട് പോലെ. അതുകൊണ്ടാ. എന്റെ പൊന്നു സിസ്റ്റർ അല്ലേ, അതിങ്ങി തന്നേരെ. ഇല്ല, ഞാൻ തരില്ല. സിസ്റ്ററെ, ഒരു സ്ത്രീയുടെ ആദ്യ ചുംബനത്തെക്കാൾ ആശോത്തീരമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയ്ക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പലരും പലരും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയാലേ രോഗം മാറില്ല. സിസ്റ്റർ എന്തിനാ കഷ്ടം മാറ്റണേ? എന്റെ സിസ്റ്റർ അത് കളയല്ലേ, എന്റെ പൊന്നു സിസ്റ്റർ അത് കളയല്ലേ. I'm sorry about it. I'm sorry. It's okay. Sure. ഇതെന്താ? വെള്ളം. അത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റർ. അതെ അതെ, കുടിക്കാനുള്ള വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നത്? എന്റെ സിസ്റ്റർ, അത് കോർപ്പറേഷൻ വാട്ടറാണ്, കുടിക്കാനൊന്നും കൊള്ളില്ല. അതുകൊണ്ടാ ഞാൻ പിന്നെ എന്റെ പൊന്നു സിസ്റ്റർ ഇത് താഴത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ, അത് വലിയൊരു കുഴപ്പമാകല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യായിരുന്നു. ഇപ്പൊ അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഇനി സിസ്റ്റർക്ക് ഈ റൂം എവിടെയൊക്കെ പരിശോധിക്കാണ്ടോ അവിടെ എല്ലാം പോയി പരിശോധിക്കും. സമാനായല്ലോ. ഒരു സിഗരറ്റ് സ്മോളോ വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ എന്തോന്ന് ഹോസ്പിറ്റലാണ് സിസ്റ്ററെ? വിനോദ്, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് വിനോദാ. നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ശരിയാണ്, ഡയഗ്നോസ് ചെയ്യുന്നേ ഉള്ളൂ. സിസ്റ്റർ എന്നോട് എന്തോ തന്ത്രപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്റെ രോഗം എന്താണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. വിനോദിന് കാര്യമായി ഒരു അസുഖവും ഇല്ല. അത് ശരിയാ. അല്ല, ഇതാ രമ്യ മോള്. മോൾ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഏതായാലും മോളിട്ടിരിക്കുന്ന പേര് കൊള്ളാം, ത്രിബിളക്സ് അങ്കിൾ. ത്രിബിളക്സ് 555. ഞാൻ വരട്ടെ. കംപ്ലീറ്റ് കഴിഞ്ഞു മോളെ. മത്തായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങോട്ട് കേട്ടാ സാറേ, ആ സിസ്റ്റർ വെച്ച് വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ചാൽ പുറത്തു നിന്ന് നിന്റെ കാല് കഴിച്ചല്ല. ആ കൊച്ചി എപ്പോ നോക്കിയാലും സാറിന്റെ മുറി തന്നെയാണല്ലോ. എന്നാലും ആ കൊച്ചു വെറും പാവണ് കേട്ടാ. പിന്നെ സാറിന്റെ പണികളെയൊന്നാണ് തോന്നണത്. ആ നേഴ്സ് കൊച്ചെങ്ങാനും ചെന്ന് ഈ കുപ്പിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞാലുണ്ടല്ല എന്റെ ചീട്ട് കീറും സാറ്. മത്തായി പേടിക്കണ്ടോ, സൂസി ഒന്നും പറയില്ല. എന്നാ ഞാൻ പോട്ടാ, ഡോക്ടർ റൗണ്ടിന് വരാൻ സമയമായി. മോള് വരുന്ന മത്തായി ചേട്ടന്റെ കൂടെ? ആ മോള് മറന്നു. മത്തായി ചോണിക്കവിടെ. ആ ഞാൻ മറന്നുപോയി കേട്ടാ. മാതാവ് എവിടെയാണ്? സാറിന് എടുത്തു വരട്ടെ. എനിക്ക് ഒത്തിരി വെച്ചേക്കണം കേട്ടാ. ഇതെങ്ങനെ? ഇത് കൊള്ളാമോ? ഓഹോ, ഫസ്റ്റ് ക്ലാസ്, കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇത് കൊള്ളില്ല. പെണ്ണിന്റെ പിറന്നാളിന് ഒരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാൾ കഴിഞ്ഞാലും സാരി സെലക്ട് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ.
കൊച്ചൊരു കാര്യം ചെയ്യ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സാരി സെലക്ഷൻ കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി. ആ നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാ. പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല പിള്ളേ. പെണ്ണ് കാണാൻ പോകേണ്ടത് ബാലചന്ദ്രനാണ്. നമ്മൾ പോയി പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോവില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണോ താൻ പറയുന്നത്? അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? കേൾപ്പിക്കണം. അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്താണ് താൻ ചോദിക്കണം. ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാ അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ. ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്ന് തീരുമാനിക്കും. അപ്പൊ നാളെ പോകുന്ന കാര്യം? ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ജോലി കിട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ, അതാ കാര്യം. നാളെ തന്നെ പോവാം. താൻ കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വയസ്സായി. കഴിഞ്ഞ 35 വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ്. മിലിറ്ററി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല. ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയേ തീരും. വിവാഹത്തെപ്പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? തുറന്നു പറയൂ, എന്നോട് തുറന്നു പറയൂ. ഒന്നുമില്ല ഡാഡി. എന്നാലും ഇത്ര പെട്ടെന്ന് വേണം? വേണം. ഇപ്പോഴേ വൈകിപ്പോയി. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട്. നീ കൂടി പോണം. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹം ഉടനെ നടത്തണം. എന്നാൽ ഇനി സമയം കളയണ്ട, ഞാൻ മകളെ വിളിക്കാം. ആ ബാല, പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം. ഞാനെന്ത് ചോദിക്കാൻ? ചേട്ടന് വലിയ നാണമാ. മോനൊരു കാര്യം ചെയ്യും, പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കണ്ണോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേങ്കിലും കൊണ്ടുപോയി കുളത്തിൽ ചാടിച്ചെന്ന് പറയരുത്. അത് ഞാൻ ഏറ്റുവെങ്കിൽ. ആ പോമോളെ. ചേട്ടാ വരാണ്ട് വരാണ്ട് ഏറ്റിട്ടിരുന്നു. ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലചന്ദ്രൻ, പൈലറ്റാ. എപ്പോഴും ആകാശമായോണ്ട് ഭൂമിയിൽ തീർക്കുന്ന കാര്യങ്ങളൊക്കെ മേപ്പടിയാനങ്ങ് മറന്നിരിക്കും. പിള്ളേങ്ങൾ വളിപ്പ് വിടാൻ തുടങ്ങി. തോണ്ടൊന്നും വേണ്ട, അനിയനെ പരിചയപ്പെടുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇത് ബാലചന്ദ്രന്റെ അനുജൻ, പേര് വിനയൻ. പേര് വിനയൻ എന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല. വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടോ ചോദിച്ചോണം. എനിക്കൊന്നും ചോദിക്കാനില്ല. അല്ല, അങ്ങോട്ട് മാറുമെന്ന് ചോദിച്ചാലും മതി. ഒന്നുമില്ലെന്നേ. തനിക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിലും ആകാം. ചേട്ടത്തിയായിട്ട് വരാനുള്ളതല്ലേ. ഷീലയുടെ പേരെന്തുവാ? സോറി. താൻ വേർക്കൊന്നും വേണ്ട. ആദ്യമൊക്കെ ആകുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും. സാരമല്ല, ചോദിച്ചു. ആ, വിമൻസ് കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ. അവിടെ എത്ര ബോയ്സ് ഉണ്ട്? ഇനി താൻ ചോദിക്കണ്ട.
പൂവങ്കോരി എത്ര മുട്ടയിടുമെന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണ് കാണാൻ പറ്റുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ. ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു.